കൂൺ അതായത് മഷ്റൂം വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാനും അതുപോലെ പെട്ടെന്നൊരു ബിരിയാണി റെഡിയാക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു രക്ഷയില്ല, എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. മഷ്റൂം ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ബാസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് 4 പേർക്ക് നല്ലപോലെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് 2 കപ്പ് ബാസ്മതി റൈസ് എടുത്തിട്ട് നമുക്ക് നല്ലപോലെ കഴിക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അരമണിക്കൂർ മാക്സിമം മതിയാവും, 20 മിനിറ്റ് മിനിമം വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു ബോക്സ് മഷ്റൂം വെച്ചിട്ടാണ് ഞാൻ റെഡിയാക്കുന്നത്. ഇത് 1/2 കിലോ മഷ്റൂമാണ് ഇട്ടുള്ളത്. ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ ഒരു തൊലി ഒന്ന് ചെറിയതായിട്ടുള്ളൊരു സ്കിൻ ഉണ്ടാവും. ഇത് നമുക്ക് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് ഒഴിവാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. മഷ്റൂം കട്ട് ചെയ്യുന്നത് നമുക്ക് ഒരു അത്യാവശ്യം കനത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്യണേ. ഇതുപോലെ കട്ട് ചെയ്താൽ മതി, ഓവറായിട്ട് നീസാക്കണ്ട. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കനത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. കൈ വെച്ചിട്ട് തിരുമ്മരുത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കൈ വെച്ചിട്ട് മിക്സ് ആക്കുമ്പോൾ നമ്മുടെ മഷ്റൂം ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. പിന്നെ ഈ ബിരിയാണിയിലോട്ട് വേണ്ടത് ഒരു 3 മീഡിയം സൈസ് സവാള, 1 ക്യാരറ്റ്, അതുപോലെ 2 തക്കാളി നമുക്ക് സാധാരണ നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ വെക്കുന്ന പോലെ കൂടുതൽ തക്കാളിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് 2 എണ്ണം മതിയാവും. പിന്നെ നമുക്ക് ഒരു ബോളിൻ്റെ ഒരു 1/4 ഭാഗം മതി കേട്ടോ വെളുത്തുള്ളി. പിന്നെ അതുപോലെ ചെറിയ പീസ് ഒരു ഇഞ്ചി കഷ്ണവും 2 പച്ചമുളകും. ഇത് നമുക്ക് തൊലിയൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്കതൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് സവാള നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സവാള കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുമല്ലോ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സവാള കട്ട് ചെയ്യുമ്പോൾ എവിടേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ അത് കട്ട് ചെയ്യുന്നതിലേക്ക് തന്നെ നോക്കി നിന്നാൽ മതി കേട്ടോ. കണ്ണ് വെട്ടുകയോ അതുപോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കുകയോ ചെയ്യരുത് കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് അതിലോട്ട് തന്നെ നോക്കി നിൽക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യണേ. ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് നല്ല എഫക്റ്റാണ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും അതുപോലെ 3 ടേബിൾ സ്പൂൺ ഗീയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, ഏലക്ക ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ് നട്ട്സൊക്കെ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഉണക്കമുന്തിരിയോ അതുപോലെ ബദാമോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കിത് ഈ പാനിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. കൂടുതൽ ഉപ്പ് ചേർക്കണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ മഷ്റൂമിൽ ഉപ്പിട്ടതാണ്. ഇനി റൈസ് വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പിടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സവാളയിലോട്ട് ഈ മസാലയിലോട്ട് വേണ്ട ഒരു ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഞാൻ ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പാകത്തിന് ഉപ്പും അതുപോലെ കുറച്ച് സ്പൈസസും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തിളക്കുന്ന സമയത്ത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് അരി ഇട്ട് കൊടുക്കാം. അതൊരു 80% വേവാകുമ്പോൾ നമുക്ക് ഊറ്റി കൊടുക്കട്ടോ. അപ്പോഴേക്കും ഇവിടെ സവാള നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ 2 തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റാണ് കേട്ടോ. അതിപ്പോഴാണ് റെഡി ആയത്. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം തന്നെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ആ റെഡി ആവാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് ബിരിയാണി മസാലയാണ് കേട്ടോ. ഇനി ബിരിയാണി മസാല നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇതുണ്ടല്ലോ ഗരം മസാല പൗഡറും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ ബിരിയാണി മസാല ചേർത്ത് കൊടുത്താലും ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് കുരുമുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഇതിലോട്ട് ഈ മഷ്റൂമിലോട്ട് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് വെച്ചതാണ്.
അപ്പോൾ അതുകൊണ്ട് ഇനി വേറെ കുരുമുളക് പൊടി ആവശ്യമില്ല. ഇത് നല്ല മസാല നല്ലപോലെ വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മഷ്റൂം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കത് അടച്ച് വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. മഷ്റൂമിന് കൂടുതൽ വേവൊന്നും ഉണ്ടാവില്ല, ഒരു 5-6 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട. ഇത് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് പാകാണെന്ന് നോക്കുക, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് കറക്റ്റ് പാകമായിരുന്നു കേട്ടോ, അതുകൊണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ മഷ്റൂമിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, സവാള വഴറ്റിയ സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. രണ്ടും കൂടി നല്ല പാകത്തിലാണുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ മഷ്റൂം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഒരു 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തൈരും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മളെ ഈ ഒരു ബിരിയാണീൻ്റെ മസാലയ്ക്ക്. മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി മല്ലിയില ആഡ് ചെയ്തിട്ട് അപ്പോഴേക്കും നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്. റൈസ് ഞാൻ ഊറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നിരത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഗ്രേറ്റ് ചെയ്ത് ഇട്ടും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡർ മുകളിൽ ഒഴിക്കുക. ഇനി വേണമെങ്കിൽ കുറച്ച് ഗീ മുകളിൽ ഒഴിക്കാം, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. നമ്മൾ തുടക്കത്തിൽ തന്നെ ചേർത്ത് കൊടുത്തത് കൊണ്ട് അത് മിക്സ് ആകുമ്പോൾ അത്യാവശ്യത്തിന് ഉണ്ടാവും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് കൂടുതൽ ഗീ വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാമെന്നേ ഉള്ളൂ. ഇനി നമുക്കൊരു 10 മിനിറ്റ് ദം ചെയ്തതിന് ശേഷം ഞാൻ ഓഫാക്കിയിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഇത് രാവിലെയാണ് ഉണ്ടാക്കുന്നത്. മക്കൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാട്ടോ. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കും വേണം. അപ്പോൾ 2 പേർക്ക് ടിഫിൻ ബോക്സ് വേണം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ആക്കിയതിന് ശേഷം അവരുടെ സ്കൂൾ ബസ് വരാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് മിക്സ് ആക്കിയിട്ട് ടിഫിൻ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് സൈഡ് ഡിഷായിട്ട് തൈര് സാലഡും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ ഒരു പാത്രത്തിൽ തൈര് സാലഡ് വെച്ചു. ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് മഷ്റൂം ബിരിയാണി ആദ്യം വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് ചിക്കൻ ഫ്രൈ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വെച്ചാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് നല്ലോണം കഴിക്കാൻ പറ്റും, നമുക്കൊരു മടുപ്പ് വരില്ല. നല്ല ടേസ്റ്റാണ് മഷ്റൂം കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. പിന്നെ ഈ ബിരിയാണി ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. സാധാരണ നമ്മൾ ചിക്കനും ഇറച്ചി വെച്ചിട്ടൊന്നും ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെയല്ല, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട്